പല ഇൻഡസ്ട്രി എക്സ്പേർട്സും ഫിനാൻസ് ഗുരൂസും ഒക്കെ അവരുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ ഫെബ്രുവരി 1 ഇറക്കാനിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ ബജറ്റിനെ അതിനെ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അന്നേരം അതിനകത്ത് ഏതൊക്കെ ഏറ്റെടുക്കും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലെങ്കിലും അവരെന്തൊക്കെയാണ് ഫിനാൻസ് മിനിസ്ട്രി അറിയിച്ചതും എന്തൊക്കെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസും അത് നമുക്കൊന്നറിഞ്ഞാൽ കൊള്ളാമല്ലോ. അത് കഴിഞ്ഞിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ഡാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ഗീതാ ഗോപിനാഥ് എന്ന് പറഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അവർ നേരത്തെ IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റും IMFൻ്റെ മാനേജിങ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു. അവർ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അതും കൂടെ നമുക്ക് നോക്കാം. സോ ഈ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ആദ്യം ഗീതാ ഗോപിനാഥ് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാഡം പറഞ്ഞത്, ഇതൊരു സായിപ്പ് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളിൽ ചില തുലിയാമണിയന്മാരുണ്ടല്ലോ, അവർ പറയുന്നത് എന്താണ്, ഇത് അവൻ വൈറ്റ് ആയതുകൊണ്ട് അവൻ റേസിസം കളിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ അവൻ ആൻറ്റി ഇന്ത്യ ആണെന്ന് പറയും. ഇപ്പം ഗീതാ ഗോപിനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയാണ്. അവരാണ് ഇപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. ഇവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത്ര അങ്ങ് ദേഷ്യം വരുത്തില്ലല്ലോ പലർക്കും. അന്നേരം ആദ്യത്തെ പോയിന്റ് തന്നെ എടുത്തു തുടങ്ങാം. ആദ്യത്തെ പോയിന്റാണ്, ഇന്ത്യക്കാർ എവിടെ പോയാലും നമ്മൾ 4th ലാർജസ്റ്റ് എക്കണോമി, 3rd ലാർജസ്റ്റ് എക്കണോമി, ഇങ്ങനെയൊക്കെയുള്ള ഈ അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ അതിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല. അന്നേരം ഗീതാ ഗോപിനാഥ് ആദ്യം പറഞ്ഞു, ഈ 3rd ലാർജസ്റ്റ് എക്കണോമിയും 4th ലാർജസ്റ്റ് എക്കണോമിയും പറഞ്ഞുകൊണ്ട് നടക്കാതെ ആദ്യം നിങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകമിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പെർ ക്യാപിറ്റ ഇൻകം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെർ ക്യാപിറ്റ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അതും ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അഡാനിക്കും അംബാനിക്കും ബിർളയ്ക്കും ടാറ്റായിക്കും ഒക്കെ കുറേയേറെ വർഷങ്ങളാൽ അവർക്ക് വീണ്ടും 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 ഭയങ്കര ഗ്രോത്ത് ഒക്കെ കിട്ടിയത് കൊണ്ട് സാധാരണപ്പെട്ട ഇന്ത്യക്കാരന് അത് ഒരു ബെനിഫിറ്റും ആയി കിട്ടുന്നില്ല. ആ കാര്യം അവർ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് അവേ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതിപ്പം ഇന്ത്യക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുവാണെങ്കിൽ അംഗീകരിക്കാം, ഇല്ലാത്തവർക്ക് അംഗീകരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അവർ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പൊല്യൂഷനുണ്ട്, ഇന്ത്യക്കാർ ഭയങ്കരമായിട്ട് US ടാരിഫ് അടിച്ചേർപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർക്ക് സ്വന്തം നാട്ടിലെ പൊല്യൂഷനെ കുറിച്ച് ചിന്തയില്ല എന്നുള്ള കാര്യം അവർ സ്ട്രെയിറ്റ് അവേ മുഖത്ത് നോക്കി പറഞ്ഞു. അന്നേരം അതൊരു പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ച ഇന്ത്യൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറഞ്ഞത് ഇന്ത്യ ഈസ് ഡർട്ടി എന്നാണ് പറഞ്ഞത്. അത് ആ വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഇന്ത്യ ഈസ് ഡർട്ടി. അത് ഇന്ത്യയിൽ താമസിക്കുന്നവൻ വെളിയിലത്തെ ഒരു രാജ്യത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ നമുക്ക് ആ ഡർട്ടിനെസ് മനസ്സിലാകത്തുള്ളൂ. അതാ ഒരു റിയൽ ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പൊല്യൂഷൻ എവിടെയാണ്? പലരും വിചാരിക്കുന്നത് എയർ പൊല്യൂഷനാണ്. ഇന്ത്യയിൽ എയർ പൊല്യൂഷൻ മാത്രമല്ല, വാട്ടർ പൊല്യൂഷനുണ്ട്, ഗ്രൗണ്ട് പൊല്യൂഷനുണ്ട്, നോയ്സ് പൊല്യൂഷനുണ്ട്. എവിടാണ് പൊല്യൂഷൻ ഇല്ലാത്തത്? സത്യം പറഞ്ഞൊന്ന് നോക്കിക്കേ. അപ്പോൾ ആദ്യമായിട്ട് ഈ പൊല്യൂഷൻ്റെ പ്രശ്നത്തിന് ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യക്കാർ വെളിനാട്ടിൽ പോയി കഴിഞ്ഞാലും പണ്ട് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വെളിനാട്ടിൽ, അല്ല കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇങ്ങനെ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ പോയി കഴിഞ്ഞാലും ഈ വൃത്തികേട് ഉണ്ടാക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അവിടെയും കൊണ്ട് തുടർന്നിട്ടുണ്ട്. ലണ്ടനിലൊക്കെ ചില പാർക്കുകളിലൊക്കെ ഇങ്ങനെ കച്ചട വാരി ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻസാണ്. അമേരിക്കയിലോ ഒരു സിവിക് സെൻസ് ഇല്ലാതെ അവിടെ ഇവിടെയും ദീപാവലിക്ക് പടക്കവും പൊട്ടിച്ച് റോഡിൽ കൂടെ ബഹളവും ഉണ്ടാക്കി നടക്കുകയാണ്. അത് തന്നെ കാനഡയിൽ നടന്നിട്ടുണ്ട്. എത്രയോ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. സിവിക് സെൻസ് എന്ന് പറഞ്ഞത് 0 ഇന്ത്യക്കുള്ളത്. അന്നേരം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിവിക് സെൻസ് ഇല്ലാത്ത ജനങ്ങളെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പറഞ്ഞു വിടുകയാണ്. ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ഇതിനെ ഫിക്സ് ചെയ്യാൻ എന്താണ്? ഫിക്സ് ചെയ്യാൻ ആദ്യമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ സിവിക് സെൻസ് കൊണ്ടുവരണം. അന്നേരം എഡ്യൂക്കേഷനകത്ത് സിവിക് സെൻസ് കൊണ്ടുവരണമെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഈ പവറിലൊക്കെ ഇരിക്കുന്നവരല്ലേ. ആദ്യം അവരെ ഒന്ന് സിവിക് സെൻസ് പഠിപ്പിച്ചിട്ട് വേണ്ടേ അത് നമുക്ക് പ്രശ്നമാണെന്ന് അവർ തന്നെ അറിഞ്ഞിട്ട് വേണ്ടേ പിള്ളേരെ ഇനിയും വരുന്ന ജനറേഷനെ ഒന്ന് പഠിപ്പിക്കേണ്ടത്.
അന്നേരം ആ പരിപാടി ഒന്ന് നടത്തണം. രണ്ടാമത്, ഇന്റർനാഷണലി നമ്മുടെ ഇന്ത്യയെ നല്ലപോലെ ട്രോൾ ചെയ്യണം. ഈ പന്ന പരിപാടി ചെയ്യുന്ന ഈ വൃത്തികേടും കൊണ്ട് നടക്കുക, നിങ്ങളുടെ കൺട്രി ഡർട്ടിയാന്നുള്ള കാര്യം അത് പല ഇമ്പോർട്ടൻ്റ് പ്ലേസസിൽ കൊണ്ട് പറഞ്ഞിരിക്കണം. പറയുമ്പോഴേ ഉള്ളൂ ഇന്ത്യക്കാരനെ നാണം കൊണ്ടെങ്കിലും ഒന്ന് ശരിയാകുന്നത്. അല്ലാതെ ഇപ്പം ഇനിയും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി, നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ആ പരിപാടി കഴിഞ്ഞു പോയി. നമ്മൾ ഒന്നില്ല ഷെയിമും കൊണ്ട് നമ്മളൊന്ന് ശരിയായി കഴിഞ്ഞെങ്കിൽ ഇനിയും ഗുണം വരത്തുള്ളൂ. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ ആ പ്രശ്നം അധികമില്ലെങ്കിൽ പോലും ഉണ്ട്. നമ്മളെല്ലാം ഒരു പാർട്ട് ഓഫ് ദ സെയിം കൺട്രി ആയതുകൊണ്ട് നമ്മളിൽ കൂടെ ഉണ്ട്. നമ്മളിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, അല്ലാതെ ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ടൊന്നുമല്ല പറയുന്നത്. നമ്മുടെ ഇന്ത്യയെ നല്ലപോലെ ഒന്ന് ട്രോൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ ഈ സർജറിയൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷെ ഒരു സർജറിക്ക് ആവശ്യമുള്ളപ്പം അത് ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്തണം. നമ്മൾ എന്ത് ചെയ്യണം? പൊല്യൂഷൻ നിർത്തണമെങ്കിൽ സിമ്പിൾ, പൊല്യൂട്ടിങ് സോഴ്സസിനെ നിർത്തിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നമ്മൾ പക്ഷേ എന്നാലും പൊല്യൂട്ടിങ് സോഴ്സസിനെ നിർത്തുന്നില്ല. ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ പുകകളൊക്കെ അങ്ങ് അടിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചൈനയും ഇന്ത്യയും കൂടെ ഒരുമിച്ച് തുടങ്ങിയതാണ്. ചൈനയിൽ ഈ ബീജിങ്ങിലൊക്കെ പണ്ട് ഭയങ്കര പൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പൊല്യൂഷനും ഇല്ല. AQI ഇൻഡെക്സ് നല്ല സൂപ്പർ വാഷിങ്ടൺ പോലെ ആക്കി വെച്ചിരിക്കുന്നു. ഇഫ് ദേ ഡിറ്റർമൈൻ ദേ ക്യാൻ ഡു ഇറ്റ്. അതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളെ കൊണ്ടും കൂടെ ചെയ്തിരിക്കണം. പക്ഷെ നമ്മുടെ നേതാക്കന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയം തന്നെയല്ല, ഒരു ഗ്യാരണ്ടി ഉണ്ട് അത് പറ്റത്തില്ല എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് ഓർക്കുമ്പം എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഗംഗാ റിവറിനെ കുറിച്ചാണ്. ഗംഗാ റിവർ നമ്മുടെ ബനാറസിലെ MP 42,500 കോടി രൂപയാണ് നവമി ഗംഗ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. ഗംഗയെ ക്ലീൻ ചെയ്യാണ്. എന്നാൽ ഇന്നും ഗംഗ ക്ലീൻ ആയിട്ടുണ്ടോ? ഇല്ല. ഗംഗയിൽ ഇന്നും ശവം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഡയറക്റ്റും പൊല്യൂഷനും ഒക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എന്താണ് കാരണം? നമ്മുടെ ആൾക്കാരെ തന്നെ ശരിയാക്കിയെങ്കിൽ അല്ലാതെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ശവമൊക്കെ എങ്ങനെയായി ഗംഗയിൽ വരുന്നത്? ആർക്കും വേണ്ടാത്ത ശവം എടുത്തിട്ട് ഗംഗാ മയ്യാക്ക് എങ്ങനെ കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ തന്നെയാണല്ലോ പൊല്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഗംഗാ മാതാവാണല്ലോ, മാതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ചപ്പും ചവറും എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊണ്ടങ്ങ് ഇടും. ഈ കാൺപൂർ എന്ന് പറഞ്ഞ സ്ഥലം അറിയാവോ? കാൺപൂരിലൊന്ന് പോയി നോക്കണം. അങ്ങനെ പല സിറ്റീസുണ്ട്. കാൺപൂർ തന്നെയല്ല, ഈ ഗംഗോത്രി എന്ന് ഒഴുകി വരുമ്പം ഇതിനെല്ലാം പൊല്യൂട്ടിങ് ചെയ്യാനായിട്ട് പല ഇൻഡസ്ട്രീസും ഉണ്ട്, പല ലെതർ ടാനറി ഉണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അന്നേരം ഈ പൊല്യൂട്ടിങ് സോഴ്സ് അങ്ങ് നിർത്തിയാൽ മതി, ഗംഗ സ്വയമേ അങ്ങ് ശരിയായിക്കോളും. അല്ല ഗംഗയെ സ്പെഷ്യലി നമ്മൾ പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ട് ഗംഗയുടെ വെള്ളം ശുദ്ധീകരിക്കേണ്ട കാര്യമില്ല. അങ്ങ് ഗംഗോത്രിയിൽ നിന്ന് വരുന്ന വെള്ളം അത് ശുദ്ധിയുള്ളതായിരുന്നു, അത് അങ്ങ് ഒഴുകി വിടാൻ സ്ഥലം കൊടുത്താൽ മതി, അതിനെ അശുദ്ധമാക്കാതെ ഇരുന്നാൽ മതി, ഗംഗ അങ്ങ് ശരിയായിക്കോളും. അത് ഗംഗയെക്കുറിച്ച് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ റിവേഴ്സിൻ്റെയും പൊല്യൂഷൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇതിന് നട്ടലുള്ള കുറേ ഭരണാധികാരികൾ വേണമെന്നുള്ള കാര്യം ശരിയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇൻഡോറാണ് ഏറ്റവും ക്ലീനസ്റ്റും ബെസ്റ്റും സിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് അവർക്കാണ് അവാർഡ്. അപ്പോൾ അന്നേരം ആ ക്ലീനസ്റ്റും ബെസ്റ്റ് സിറ്റിക്കും ഒരു സ്റ്റാൻഡേർഡെങ്കിലും കാണുമല്ലോ. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു 50-60 പേരൊക്കെ മരിച്ചുപോയി ഇൻഡോറിൽ. കാരണം എന്താണ്? അവരുടെ ഡ്രിങ്കിങ് വാട്ടറിനകത്ത് സ്യൂവേജ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ജനങ്ങൾ ഈ പൊല്യൂട്ടഡ് വാട്ടർ കുടിച്ചിട്ട് മരിച്ചുപോയി. അന്നേരം അതാണ് ഇന്ത്യയിലെ പൊല്യൂഷൻ്റെ ലെവൽ. അങ്ങനെ മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടി അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? ഒരു NDTVയുടെ ജേർണലിസ്റ്റ് പോയിട്ട് അവിടുത്തെ ലോക്കൽ MLA മധ്യപ്രദേശിലെ മന്ത്രിയാണ് കൈലാഷ് വിജയവർഗീയ, ഇദ്ദേഹമാണ് ഈ സാധനം. അന്നേരം ഇദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, സാറേ ഇത്ര ജനങ്ങൾ മരിക്കുന്നുണ്ടല്ലോ, കാരണം എന്താണ്, ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സീരിയസ്നെസ് പോലും അറിയുന്നില്ല, അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും ആഗ്രഹമില്ല. എന്നിട്ട് ഈ ജേർണലിസ്റ്റിനെ കളിയാക്കി ആക്ഷേപിച്ചിട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറകിന് ഇദ്ദേഹത്തിൻ്റെ ചില ഗുണ്ടാക്കളെ കൊണ്ട് വന്നിട്ട് ഈ ജേർണലിസ്റ്റിനെ ത്രട്ടൻ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണ് ഭാരതത്തിലുള്ളത്. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട് ചെയ്ത് പറഞ്ഞു വിടുന്നത്. അന്നേരം നമ്മൾ നോക്കിക്കോണം. അന്നേരം അവർ നമ്മളോട് ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണമെന്നുള്ള കാര്യം അത് നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്. അതിനെക്കാട്ടിയും അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ മുഖ്യമന്ത്രിയും അതേ പാർട്ടിയുടെ ആണല്ലോ ആ മുഖ്യമന്ത്രി. എന്നിട്ട് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പാർട്ടിയുടെ തന്നെയാണല്ലോ നമ്മുടെ വിശ്വഗുരു. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പൊളിറ്റീഷ്യൻസ് നമ്മുടെ ലീഡേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ,
ഇന്ത്യയെ കുട്ടിച്ചോറാക്കും. കാരണം എന്താണ്? ബിക്കോസ് റാസ്കൽസ് ആൻഡ് റോഗ്സ് വിൽ റൂൾ ദിസ് കൺട്രി. വിൻസ്റ്റൺ ചർച്ചിൽ അന്തക്കാലത്ത് ഒരു കാര്യം പറഞ്ഞതാണ്. അത് വാസ്തവമായിട്ട് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും. ഗീതാ ഗോപിനാഥ് വേറെ ഒരു വാസ്തവമായ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ധാരാളം യങ് ലേബർ ഫോഴ്സ് ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യങ് ലേബർ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ യങ് ലേബർ ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി എങ്ങനെ പെറ്റുപെരുകി അങ്ങ് പോവുകയല്ലാതെ ഇവർക്ക് ഒരു പ്രോപ്പർ സ്കില്ല് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ കൊടുക്കുന്ന സ്കില്ലൊക്കെ ഇന്നത്തെ ലോകത്തിന് വേണ്ടാത്ത സ്കില്ലാണ്. അതിപ്പോൾ ഒരു 50 വർഷം നേരത്തെ ഉപയോഗിച്ച സ്കില്ല് എടുത്തിട്ട് ഇപ്പോഴത്തെ യുവാവിനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കാര്യമെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് വേസ്റ്റ്ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും സ്കാം ആയിരുന്നെന്ന് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഗീതാ ഗോപിനാഥ് ഒരു കണ്ണാടി വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഇമേജിനെ മോശമാക്കുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിനെയാണോ മോശമാക്കുന്നത്? ഈ കണ്ണാടിയാണോ പ്രശ്നം, അതോ നമ്മളാണോ പ്രശ്നം? ഇപ്പം എൻ്റെ ഇവിടെ ഒരു കറുത്ത കരിയുണ്ടെങ്കിൽ ഒരാൾ വന്ന് പറയുകയാണ്, സാറേ നിങ്ങളുടെ നെറ്റിക്കൊരു കരിയുണ്ടല്ലോ ഇച്ചിരി, നീ ആണോ കരിയെന്ന് പറയാനേ, ഞാൻ കറുത്തതാണോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മണ്ടേ ചാടിക്കയറും. പക്ഷേ എന്നാൽ വിവരമുള്ളവനാണെങ്കിൽ കരിയുണ്ടോ, സോറി ഞാനത് തുടച്ച് കളയാം അല്ലെങ്കിൽ കഴുകി കളയാമെന്നൊക്കെ അല്ലേ പറയേണ്ടത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യക്കാരിലെ ഒരു പുതിയ ജനറേഷൻ ഉണ്ടായി വരുന്നത്. അങ്ങനെ പോകുന്നു ഗീതാ ഗോപിനാഥിൻ്റെ ഒബ്സർവേഷൻസ്. നമുക്ക് അത്ര സുഹിക്കാത്ത അപ്രിയ സത്യങ്ങളാണെങ്കിൽ പോലും അത് സത്യമായിട്ടും ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും കൂടെ കൈക്കൊണ്ട് ഈ നാടിനെ നന്നാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നന്നാകാനൊക്കെ ഉള്ളത് ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ടോപ്പിക്ക് എന്താണ്? നമ്മുടെ വരാനിരിക്കുന്ന ബജറ്റിൽ പല ഇൻഡസ്ട്രി ലീഡേഴ്സും ഫിനാൻഷ്യൽ ഗുരൂസും ഒക്കെ നമ്മുടെ മന്ത്രിക്ക്, ഫിനാൻസ് മിനിസ്റ്ററിന് കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുത്തായിരുന്നു. അന്നേരം ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ മാഡം അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഫെബ്രുവരി 1-ാം തീയതി നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ പോലും നമുക്ക് ഈ റെക്കമെൻഡേഷൻസ് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമല്ലോ. ഓക്കെ, ഇതെല്ലാം ടാക്സിനെ ചുറ്റിപ്പറ്റിയുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ആദ്യത്തെ റെക്കമെൻഡേഷൻസ് അത് മിക്കവാറും വരുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇൻകം രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്കൊരു ഇൻകം ടാക്സ് റിട്ടേൺസ് ഇടാവുന്നുള്ള രീതി വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം അതെങ്ങനെയാണ്? ഇപ്പം ഹസ്ബൻഡിന് 12 lakhs മാക്സിമം ഈ എക്സംഷൻ ഉണ്ടല്ലോ, അതുപോലെ വൈഫിനും കൂടെ കിട്ടും. അന്നേരം ടോട്ടൽ 24 lakhs എക്സംഷൻ വരും. ഇപ്പം നമ്മളൊന്ന് വിചാരിക്കാം, ഹസ്ബൻഡിന് ഒരു 16 lakhs ആനുവൽ ഇൻകം ഉണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ വൈഫിന് ഒരു 8 lakhs ആനുവൽ ഇൻകം ഉണ്ടെന്ന് വിചാരിച്ചു. അന്നേരം അവർക്ക് ടാക്സ് കൊടുക്കേണ്ട. അവർ ആ 24ഉം അതിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത്. അന്നേരം അവർക്ക് പിന്നെ ടാക്സ് കൊടുക്കേണ്ട. പക്ഷേ ക്ലബ്ഡായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് റിട്ടേൺ നടക്കാൻ പറ്റും. ഇത് ഗ്യാരണ്ടി ഒന്നുമല്ല. പല ആൾക്കാർ പറയുന്നു, നമ്മളും ഇങ്ങനെ ഏറ്റു പറയുന്നു. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ LTCG, STCG. ചില റെക്കമെൻഡേഷൻസ് ആണ്. LTCGയും STCGയും കൂടെ ഒരു 10% അങ്ങ് ആക്കിയാൽ കൊള്ളാമായിരുന്നു. അന്നേരം എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും കൂടെ ഇച്ചിരി ഒരു പ്രോത്സാഹനം കിട്ടും. ഇപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു 4 പുത്തനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു 1.25 ലക്ഷം രൂപയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് 12% പിടിക്കുന്നുണ്ട്. അന്നേരം അതൊരു 10% ആക്കിയാൽ എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ചോദിച്ചു വരുന്നത്. അതുപോലെ തന്നെ STCGയും 20% ആണല്ലോ, അതൊരു 10% ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചു വരുന്നത്. പിന്നെ വേറെ ഒരു റെക്കമെൻഡേഷനും കൂടെ ഉണ്ട്. അത് നമ്മുടെ LTCGയുടെ ബേസ് ലിമിറ്റ് അത് 1.25 നിന്ന് 2 lakhs വരെ ഒന്ന് ഉയർത്തി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിലാണ് പലരുടെയും ഒരു ചിന്ത. അങ്ങനെ റെക്കമെൻഡേഷനൊക്കെ പോയിട്ടുണ്ട്. വേറെ പല റെക്കമെൻഡേഷൻസും കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷൻസൊക്കെ നടക്കട്ടെ. നമുക്കിനി ഫെബ്രുവരി 1-ാം തീയതി വരെ കാത്തിരിക്കാം. ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ മന്ത്രി എന്തൊക്കെ പറയുന്നതെന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ
നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടല്ലോ അതൊന്ന് അടിച്ചുതരാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.